പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഈ ഫാമിലി കൗൺസിലിങ്ങിൽ നമ്മളുടെ കുട്ടികൾ പഠിക്കുന്ന രീതിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാമെന്നാണ് ഞാൻ കരുതുക. വിവിധ ഇന്ദ്രിയങ്ങളിലൂടെയുള്ള സമീപനമാണ് ഏറ്റവും ഫലപ്രദമായ രീതി. ഞാൻ ഉദ്ദേശിച്ചത് കേൾക്കുക, കാണുക, ഉരുവിടുക, എഴുതുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് വിവിധ ഇന്ദ്രിയങ്ങൾ ഏകോപിതമായ ഉപയോഗം പഠനത്തെ സ്വാധീനിക്കുകയാണ്. പഠനത്തിൻ്റെ 80% ഭാഗവും കണ്ണുകളിലൂടെയാണ് നമുക്ക് കിട്ടുക എന്നാണ് പറയുക. അപ്പോൾ അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിലനിൽക്കാൻ 4 പ്രക്രിയകളുണ്ട്. ഇപ്പം ഞാൻ ചിലത് സൂചിപ്പിക്കുന്നത് അത് മാതാപിതാക്കളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാമല്ലോ. ഒന്നാമതായിട്ട് രജിസ്ട്രേഷനാണ്. എന്ന് പറഞ്ഞാൽ മനസ്സിലേക്ക് കടന്നു വരുന്ന അനുഭവങ്ങൾ സ്വീകരിക്കപ്പെടുമ്പോൾ നാം രജിസ്റ്റർ ചെയ്യുകയാണ്. രണ്ടാമത് അവയെ കുറച്ചു നേരം മനസ്സിൽ പിടിച്ചു നിർത്തണം. അതിന് പറയുന്നത് റിട്ടൻഷൻ എന്നാണ്. മൂന്നാമത് ആവശ്യം വരുമ്പോൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതിനെ നമ്മൾ റീകോൾ ചെയ്യണം. അതിന് പറയുന്നത് റീകോളിംഗ് എന്ന് പറയും. 4 ആവശ്യാനുസരണം അതിനെ ഉപയോഗിക്കുമ്പോഴാണ് റീപ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുക. ഇപ്പം 4 ഘട്ടങ്ങളാണ് ഉള്ളത്. ടീച്ചർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ കുട്ടി റീപ്രൊഡ്യൂസ് ചെയ്യുകയാണ്. പരീക്ഷ എഴുതുമ്പോഴും കുട്ടി റീപ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ 4 പ്രക്രിയകളിൽ എവിടെയെങ്കിലും പാളിച്ച വന്നാൽ അത് പ്രശ്നമാണ്. അപ്പോൾ നമ്മളൊന്ന് വിലയിരുത്തേണ്ടതാണ് കുട്ടികളുടെ ഈ കാര്യങ്ങളിൽ എവിടെയാണ് പ്രശ്നം വരുന്നത് എന്ന് ഒന്ന് പഠിച്ചാൽ മാതാപിതാക്കൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. പഠിച്ചാൽ വേണ്ട തിരുത്തലുകൾ കൊടുക്കുവാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. 90% കുട്ടികൾക്കും ശരാശരി ഓർമ്മശക്തി ഉണ്ട്. പലപ്പോഴും അവൻ മണ്ടനാ, അല്ല അവൾ മണ്ടിയ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ എഴുതി തള്ളേണ്ടതില്ല. 90% കുട്ടികൾക്കും ശരാശരി ഓർമ്മശക്തി ഉണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്ന് വേണം നമ്മൾ പ്രവർത്തിക്കുവാൻ എന്നാണ് ഞാൻ പറയുക. അപ്പോൾ ഓർമ്മക്കുറവ് എന്ന് പറയുകയാണ്. മമ്മി ഞാൻ പഠിച്ചൊന്നും ഓർക്കുന്നില്ല, പരീക്ഷയ്ക്ക് എന്നപ്പോൾ എല്ലാം മറന്നുപോയി എന്നൊക്കെ കഴിയുമ്പോൾ പെട്ടെന്നതൊരു ഓർമ്മക്കുറവാണ്. അല്ലെ എൻ്റെ കൊച്ചിനത് ശക്തിയില്ല, പോട്ടെ സാരമില്ല എന്നൊക്കെ കരുതുകയല്ല വേണ്ടത്. അല്ലെങ്കിൽ പരസ്പരം കുറ്റപ്പെടുത്തുകയല്ല, അല്ലെങ്കിൽ നിൻ്റെ മോളല്ലേ, നിങ്ങളുടേതല്ലേ, ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഈ 4 ഘട്ടങ്ങളിൽ എവിടെയാണ് കൊച്ചിന് പാളിച്ച് പറ്റുന്നത് എന്ന് ഒന്ന് വിലയിരുത്തുക. എന്നിട്ട് അത് പരിഹരിച്ചെടുക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ കാര്യങ്ങൾ ഭംഗിയാകും എന്നുള്ളതിന് സംശയമില്ല. അങ്ങനെ കുട്ടികൾക്ക് പഠിക്കുവാനുള്ള ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ ഞങ്ങൾ കഴിയട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കത്തുകളിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നത്തെ ഒന്നാമത്തെ കത്താരുടേതാണ്? കോഴിക്കോട്ട് നിന്ന് ടെസി എഴുതിയ കത്താണ്. ബഹുമാനപ്പെട്ട അച്ഛാ, ഞാൻ വിവാഹിതയാണ്. ഇതെൻ്റെ 2ാം വിവാഹമാണ്. ഞങ്ങൾ 2 പേരും 2ാം വിവാഹക്കാരാണ്. എൻ്റെ ആദ്യ ഭർത്താവ് ലൈംഗിക കഴിവ് ഇല്ലാത്തവനായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിവാഹത്തിൽ നിന്നും എനിക്ക് മോചനം കിട്ടി. എൻ്റെ ഭർത്താവിൻ്റെ ആദ്യ വിവാഹം അമേരിക്കയിൽ വെച്ചാണ് നടന്നത്. അവർ തമ്മിൽ ആശയവിനിമയം ഇല്ലായിരുന്നു എന്നതിൻ്റെ പേരിൽ അവിടെ വെച്ച് തന്നെ അവർ വിവാഹമോചിതരായി. ഞങ്ങൾ 2 പേരും പരസ്പര സമ്മതത്തോടെ വിവാഹം കഴിച്ചു. വിവാഹത്തിന് ശേഷം 20 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഗൾഫിലേക്ക് പോയി. ആദ്യമൊക്കെ ചിലപ്പോൾ വിളിക്കുമായിരുന്നു. ഇപ്പോൾ കത്തില്ല, ഫോണും ഇല്ല. അങ്ങോട്ട് വിളിച്ചാൽ ചോദ്യത്തിന് മാത്രം 2 വാക്കിൽ ഉത്തരം പറയും. ഈ സാഹചര്യത്തിൽ ഞാൻ വിഷമിക്കുകയാണ്. ഇതിനൊരു നല്ല മറുപടി അച്ഛൻ തരണമേ. തീർച്ചയായിട്ടും ടെസ്സിയുടെ സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ചില കാര്യങ്ങൾ വ്യക്തമല്ല എന്നുള്ളത് എനിക്ക് കത്ത് വായിച്ചപ്പോൾ തോന്നുന്നതാണ്. ഒന്നാമത്, ആദ്യ വിവാഹ മോചനം എന്ന് പറയുന്നത് സഭാപരമായി ലഭിച്ചിട്ടുണ്ടോ എന്നറിയേണ്ടതുണ്ട്. എനിക്കെങ്കിൽ മാത്രമേ എനിക്ക് ക്ലിയറായിട്ടൊരു ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ. അയാളുടേതും അറിയണം. അയാളുടേതും ഇങ്ങനെ വിമോചനം കിട്ടി, ഇയാളുടേതും വിമോചനം കിട്ടി എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് എങ്ങനെ കിട്ടി എന്നുള്ളത് കൃത്യമല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. എങ്കിലേ വ്യക്തമായൊരു മറുപടി തരുവാനായിട്ട് എനിക്ക് സാധിക്കുകയുള്ളൂ എന്ന് എനിക്ക് പറയാനുണ്ട്.
അതോ അത് കിട്ടാതെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നിങ്ങൾ തമ്മിൽ അങ്ങ് ജീവിക്കുകയാണോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഏതായാലും വിവാഹബന്ധം നിത്യമായ ബന്ധം തന്നെയാണ്. ഭർത്താവ് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം കൊണ്ട് ആദ്യ ഭാര്യ ഉപേക്ഷിച്ചു എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം തന്നെ ഉടലെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അദ്ദേഹത്തിനെപ്പോഴും ഈ പ്രശ്നമുണ്ട്. ഇത് നിയമാനുസൃതമായ വിവാഹമാണെങ്കിൽ, അതാ എനിക്കങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചേ പറയാൻ പറ്റുന്നുള്ളൂ. ആണെങ്കിൽ തീർച്ചയായിട്ടും പിരിയാൻ പാടില്ല. ദൈവം ഒന്നിപ്പിച്ച ബന്ധമായിട്ട് ഇതിനെ കരുതേണ്ടതാണ്. മത്തായിയുടെ സുവിശേഷം 19:6 നമ്മളത് വായിക്കുന്നുണ്ട്. ദൈവം യോജിപ്പിച്ചതാണ്. മനുഷ്യന് അത് ഒരു കാരണവശാലും വേർപെടുത്തുവാൻ അവകാശമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇനി എനിക്ക് ടെസ്സിയോട് പറയാനുള്ളത്, സ്നേഹത്തോടെ ആശയവിനിമയം നടത്താനായിട്ട് പരിശ്രമിക്കുക. പിന്നീട് നാട്ടിൽ വരുമ്പോൾ ഒരു മാരേജ് കൗൺസിലിംഗ് റെക്കമെൻഡ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ദമ്പതി ധ്യാനം, രണ്ടും ഉപകാരപ്രദമാണ്. പിന്നെ നാട്ടിൽ വരുമ്പോൾ ഏതാണ് കൂടുതൽ നിങ്ങൾക്ക് സാധിക്കുന്നതെന്ന് ആലോചിക്കുക. ആദ്യം ഒരു പക്ഷേ ഒരു കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് ധ്യാനത്തിലേക്ക് ചിന്തിക്കാം. അത് കുറച്ചുകൂടെ ഒരു ഒരുക്കം, മോട്ടിവേഷൻ അതിന് കിട്ടുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കൂടാതെ ടെസ്സി നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിയമാനുസൃതമായ വിവാഹമാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമുക്ക് തന്ന ജീവിത പങ്കാളിയാണ്. ആ പങ്കാളി വിശദീകരിച്ചെടുക്കണം. അതിനിടെ നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. മേഴ്സിക്ക് എന്താണ് ഇതേപ്പറ്റി പറയാനുള്ളത്? രണ്ടുപേരുടെയും രണ്ടാം വിവാഹമാണ്. അതെ, രണ്ടുപേരും ഒരു പ്രത്യേക അവസ്ഥയിൽ തന്നെയാണ് രണ്ടാമത് വീണ്ടും ഒന്നിച്ചിരിക്കുന്നത്, അവർ രണ്ടുപേർ തമ്മിൽ. പക്ഷേ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെ ഒരു ശരിയായ ഒരു കമ്മ്യൂണിക്കേഷൻ ഇവർക്കില്ല. 10-20 ദിവസം മാത്രം രണ്ടാമത്തെ ഭർത്താവും കൂടെ ജീവിച്ചിട്ട് പോയി. പിന്നെ ഇപ്പോൾ വിളിക്കുമ്പോൾ അധികം സംസാരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇവിടെ ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ഒരു കൗൺസിലിംഗ് ഒക്കെ നടത്തി. അദ്ദേഹത്തിന് ചില മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്ന് പോലും ഞാൻ സംശയിച്ചു പോവുകയാണ്. അപ്പോൾ ഇവർക്കൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി ഒന്ന് സംസാരിക്കുകയോ കൗൺസിലിംഗ് നടത്തുകയോ ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് ഈ ഭർത്താവുമായിട്ട് ഇവർ ഒന്നിച്ച് പോകണം. അപ്പോൾ ഇപ്പോൾ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് നിന്നുകൊണ്ടുള്ള ഈ രീതി പ്രയാസമാണ്. അത് അവരൊന്നിച്ച് നാട്ടിൽ ഒന്നിച്ചായിക്കൊണ്ട് അതിനുള്ള സംവിധാനങ്ങൾ ഇണക്കണം. പിന്നെ കൂടാതെ ഉടനെ അവരിനിയും ഇതിൻ്റെ പേരിൽ ഒരു ഡൈവോഴ്സോ അങ്ങനത്തെയോ കാര്യത്തിലേക്ക് അവർ പോകരുത്. കാരണം അവർ കുദാശയല്ലേ സ്വീകരിച്ചത്, അത് മുറിക്കാൻ അവർക്ക് ഒരവകാശവും ഇല്ല. കുദാശ സ്വീകരിച്ചിട്ട് അത് മുറിച്ച് കളഞ്ഞാൽ അതിനോളം വലിയ പാപവുമില്ല. അപ്പോൾ ഗൗരവമായ പാപത്തിലേക്ക് അവർ വീണ്ടും പോകാതെ അവരിപ്പോഴുള്ള അവസ്ഥയിൽ സാഹചര്യത്തിൽ ഒരല്പം വിട്ടുവീഴ്ച, സഹനാനുഭൂതി ഈ ഭർത്താവിനോട് കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് നാട്ടിൽ കൊണ്ടുവന്ന് സ്നേഹത്തോടെ ഇടപെട്ട് അദ്ദേഹത്തെ ഒരു കൗൺസിലിങ്ങിനും എന്താണ് ഇദ്ദേഹത്തിനുള്ളത് കുറവ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സംസാരിക്കാൻ ബുദ്ധിമുട്ട്, ഏതെങ്കിലും ഒരു കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഒരു നിവാരണം കണ്ടെത്തുകയേ ഇതിനിപ്പോൾ ഉള്ളൂ. അപ്പോൾ ഇവർ രണ്ടുപേരും ദൈവവചനത്തിലേക്ക് വരണം. പ്രത്യേകിച്ച് ഭാര്യ മാത്രം വന്നാൽ പോരാ, ഭർത്താവും വരണം. ദൈവവചനം പറയുന്നത് അവർ കേൾക്കണം, മനസ്സിലാക്കണം, അത് അനുഷ്ഠിക്കണം. അങ്ങനെ ഒരു ധ്യാനവും പ്രാർത്ഥനയും ഒക്കെ ആവശ്യമാണ് ഇതിൻ്റെ കൂടെ. അപ്പോൾ ഭർത്താക്കന്മാർ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യയെ സ്നേഹിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും ഈ ഭർത്താവ് ഇപ്പോൾ മനസ്സിലാക്കിയല്ല പോകുന്നതെന്ന് തോന്നുന്നു. എന്തോ ഒരു പ്രശ്നം അദ്ദേഹത്തിനുണ്ട്. അത് കണ്ടെത്തി അതിലൂടെ നിവാരണം ചെയ്യാൻ മാത്രമേ ഇതിനൊരു സൊല്യൂഷൻ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. ഇപ്പം വചനത്തിലേക്ക് തിരിച്ചു വരിക, അങ്ങനെ ഈ ബന്ധം മേഴ്സിയും പറയുന്നത് ഇത് നിയമാനുസൃതമാണ് എന്നുള്ള ഒരു ധാരണയിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ നമുക്ക്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ബന്ധത്തെ കൂടുതൽ ഫോസ്റ്റർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കൗൺസിലിങ്ങും ധ്യാനവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇബ്രാഹിം എന്ത് പറയുന്നു? അതുതന്നെ അച്ഛോ, കാര്യം ഇത് പഴയ വിവാഹവും ഇപ്പോഴും ഉള്ള സെയിം പ്രോബ്ലമാണ് കമ്മ്യൂണിക്കേഷൻ. കല്യാണം കഴിഞ്ഞ് 20 പക്കം പോയിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല, യാതൊരു ബന്ധവും ഇല്ല. വിളിച്ചാൽ തന്നെ 1-2 വാക്ക് സംസാരിച്ച് നിർത്തുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ സ്ഥിതിക്ക് ഈ വ്യക്തിക്ക് എന്തൊക്കെ പ്രോബ്ലം ഉണ്ട് ഈ ഭർത്താവിൻ്റെ, അതെന്താണെന്ന് കണ്ടെത്തണം. അതിപ്പോൾ പറഞ്ഞ പോലെ അവരിവിടെ വന്ന് ഒരു സൈക്കോളജി കൗൺസിലിങ്ങോ അല്ലെങ്കിൽ അത് വല്ല തെറാപ്പി എന്തോ സംതിങ് പ്രോബ്ലം ഉള്ളതെന്ന് തോന്നുന്നു. അതിവിടെ വരാതെ അതിന് കാര്യങ്ങൾക്ക് ഒന്നാമത് പുള്ളി കേൾക്കുന്നുമില്ല, പുള്ളി മാത്രമേ കേൾക്കുന്നുള്ളൂ. പക്ഷെ അവരെ സംബന്ധിച്ച് ചെയ്യാൻ ഇത്രേ ഉള്ളൂ, തീവ്രമായി പ്രാർത്ഥിക്കുക. ഭർത്താവിനെ ഇപ്പം അച്ഛൻ പറഞ്ഞ പോലെ നിയമാനുസൃതമാണെങ്കിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോയുടെ തിരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് അതിനോട് പ്രാർത്ഥിക്കുക. പിന്നെ ഞാൻ ഈയിടെയായിട്ട് പലപ്പോഴും എൻ്റെ ഒരു അനുഭവമായിട്ടുണ്ട്, ഈ കാവൽ മാലാഹയെ
ഇപ്പം പേരെന്നോട് ടെസ്സിയുടെ കാവൽമാലാഹയോട് ഈ ഭർത്താവിൻ്റെ കാവൽമാലാഹയെ കൂട്ടിച്ചേർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ഒരനുഭവം എനിക്ക് ഇടയായിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ കാവൽമാലാഹ പിതാവിൻ്റെ ദൈവത്തിൻ്റെ മുഖം ദർശിച്ചുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ കാവൽമാലാഹ അതുപോലെ തന്നെയുള്ളത്. ഇവർ രണ്ടുപേരോട് ഒന്നിച്ചേർത്തുകൊണ്ട് ഈ തിരക്തത്തിൻ്റെ പ്രത്യേക പ്രാർത്ഥനയും ആ മധ്യസ്ഥം കൊണ്ട് തേടി ഈ ആളെ ഒന്നിൽ നാട്ടിൽ വരുത്തിയോ, ഈ നാട്ടിൽ വരുത്താത്ത കാര്യം യാതൊരു വിധത്തിലും ബന്ധവുമില്ല. നാട്ടിൽ വന്ന് ഇതുപോലെ ഏതെങ്കിലും ഒരു കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്ന് അത് പരിഹരിച്ചെടുക്കുക ഇതുമായിട്ടുള്ളൂ തോന്നുന്നു. അപ്പോൾ പ്രാർത്ഥനയിലൂടെ ഒന്ന് പരിശ്രമിക്കണം, അതാണ് ഏറ്റവും വലിയ തുടക്കം. പിന്നെ അങ്ങനെ സ്വാധീനിച്ച് നാട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം രണ്ടുപേരും കൂടെ ഒരു സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിന് പോകണം. അതിലൂടെ ഒരു പരിഹാരത്തിലേക്ക് വരണമെന്നാണ് പറയാനുള്ളത്. ടെസ്സി തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കും ടെസ്സിക്ക് വേണ്ടി. ഈ പറഞ്ഞ സഹോദരങ്ങൾ പറഞ്ഞ രീതിയിൽ നമുക്ക് പരിഹരിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രത്യാശയോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. കത്ത് വളരെയേറെ ക്ലിയർ അല്ലാത്തതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ഒരു മറുപടി പറയാൻ വിഷമമുണ്ട് എന്നുള്ളത് ടെസ്സിക്ക് മനസ്സിലായല്ലോ. വിഷമിക്കേണ്ട, ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളാം, കാര്യങ്ങൾ ഭംഗിയാവട്ടെ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത കത്തിലേക്ക് കടന്നാലോ. അയർലൻഡിൽ നിന്ന് ഷിൻസി അയച്ച കത്താണ്. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ, ഞാൻ വിവാഹിതയായ ഒരു വീട്ടമ്മയാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമായി. ഇതുവരെയും മക്കളില്ലായിരുന്നു. ധാരാളം പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരുന്നത്. ഇപ്പോൾ ഞാൻ 5 മാസം ഗർഭിണിയാണ്. ഈയിടെ ആശുപത്രിയിൽ ചെന്ന് സ്കാനിങ് നടത്തിയപ്പോൾ വലത് കൈ ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത് കുഞ്ഞിന്. ഈ സാഹചര്യത്തിൽ കുഞ്ഞിനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് വല്ലാത്ത വിഷമമുണ്ട്. അബോർട്ട് ചെയ്താലോ എന്ന് ഞങ്ങൾ ആലോചിച്ചു. അത് ഗൗരവമായ തിന്മയാണെന്നൊരു വശത്ത് മനസാക്ഷി പറയുന്നെങ്കിലും മറുവശത്ത് ഈ പ്രത്യേക സാഹചര്യം ഈശോ മനസ്സിലാക്കുമെന്ന് ഞങ്ങൾ ചിന്തിക്കുകയാണ്. ആയതിനാൽ കുഞ്ഞിനെ നശിപ്പിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അല്ലെങ്കിൽ ഞങ്ങൾ ഏത് രീതിയിൽ നീങ്ങണമെന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായിട്ടും ഷിൻസിയുടെ അച്ഛന് പറയാനുള്ളത്, പ്രാർത്ഥിച്ച് ലഭിച്ച കുഞ്ഞാണ് ഈ കുഞ്ഞ്. അതിനെ വാസ്തവത്തിൽ തമ്പുരാൻ്റെ സമ്മാനമായിട്ട് സ്വീകരിക്കണം എന്നാണ് അച്ഛന് പറയാനുള്ളത്. അബോർഷൻ ഗൗരവമായ തിന്മയാണെന്ന് മനസ്സാക്ഷി പറയുന്നത് ദൈവസ്വരമാണ്. അത് വെറും മനസ്സാക്ഷിയുടെ സ്വരമല്ല, ദൈവത്തിൻ്റെ സ്വരം തന്നെയാണ്. അതിനെ മാനിക്കണം. ദൈവം അത് മനസ്സിലാകും എന്ന് പറയുന്നത് ഒരു സ്വാർത്ഥതയിൽ നിന്ന് വരുന്ന വിശദീകരണമാണ്. ദൈവം അത് മനസ്സിലാക്കിക്കോളും, സാരമില്ല എന്നൊരു ചിന്ത അതിനകത്ത് കത്തിൽ കാണുന്നതുകൊണ്ട് അച്ഛൻ പറഞ്ഞതേ ഉള്ളൂ. അത് നമ്മുടെ സ്വാർത്ഥതയിൽ നിന്ന് വരുന്ന ഒരു ചിന്തയാണ്, അത് ദൈവം തരുന്ന ചിന്തയല്ല എന്ന് പറയാനാണ് അച്ഛൻ ആഗ്രഹിക്കുക. അബോർഷൻ അതിൽ തന്നെ തെറ്റ് തന്നെയാണ്, അതിനാൽ തന്നെ തെറ്റാണ്. ഒരു കാരണവശാലും നീതീകരിക്കാൻ സാധ്യമല്ല. 2 മക്കബായ 7:22-23 ജീവൻ്റെ ഉടമ ദൈവമാണ്, ആ ജീവനെ കയ്യിലെടുക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല എന്ന് മക്കബായ മാതാവ് പറയുന്നത് നിങ്ങൾക്ക് ബോധ്യമുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ട് എന്നെനിക്ക് ഉറപ്പാണ്. മാത്രമല്ല കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2272 പറയുന്നു, ഇത് മഹറോൻ ശിക്ഷ പോലും ലഭിക്കുന്ന പാപമാണ് എന്ന്. മഹറോൻ ശിക്ഷ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, സഭയിൽ നിന്ന് പുറത്താക്കുകയാണ്. അപ്പം നമ്മുടെ സഭയിൽ യാതൊരു അംഗത്വമില്ലാതെ അയാളെ പുറത്താക്കുന്ന ഒരു വലിയ ശിക്ഷ ഇതിനെ ലഭിക്കുവാൻ അർഹതയുണ്ടെന്നാണ്. എന്നാലിപ്പം അബോർഷൻ ചെയ്ത ഒരാളെ അങ്ങനെ ശിക്ഷയിൽ വിടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് സഭയുടെ കാരുണ്യത്തിൻ്റെ വശമാണ്. കതക് തുറന്നിട്ടിരിക്കുകയാണ്, വരാൻ എപ്പോഴും സഭ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും അത് തെറ്റ് നിസ്സാരമാക്കുകയല്ല, ഗൗരവമാണ് തെറ്റ്. എന്നാൽ കരുണയോടെ വീക്ഷിക്കുന്ന തമ്പുരാൻ്റെ കാരുണ്യം, നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും പറയുന്നത് പോലെ ആ കാരുണ്യത്തിൻ്റെ ഒരു കരം സഭ നീട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത്രയ്ക്ക് ഗൗരവമായ തിന്മയാണ് അതെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. മനുഷ്യജീവിതത്തിൻ്റെ 5 ഘട്ടങ്ങൾ റോമ 8:29 അവതരിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യജീവിതത്തിന് ആകെ 5 ഘട്ടമേ ഉള്ളൂ. അത് വചനത്തിൽ അത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്കറിയാം, ദൈവം മുൻകൂട്ടി അറിയുന്നു, തൻ്റെ പുത്രൻ രൂപത്തിലാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുന്നു. 3 അവനെ വിളിക്കുന്നു. 4 നീതീകരിക്കുന്നു. 5 മഹത്വപ്പെടുത്തുന്നു.
ഈ 5 ഘട്ടങ്ങൾ അവിടെ ആ വാക്യത്തിൽ മനോഹരമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദൈവം ഒരു മനുഷ്യനെ ഉള്ള ആകെ 5 ഘട്ടങ്ങളിൽ 3 ഘട്ടങ്ങൾ കഴിഞ്ഞു. അവനെ മുൻകൂട്ടി അറിഞ്ഞു, അവനെ തൻ്റെ പുത്രൻ രൂപത്തിലാക്കാൻ നിശ്ചയിച്ചു, അവനെ വിളിച്ചു, അമ്മയുടെ വയറ്റിലേക്ക് അവനെ വിളിച്ചു കഴിഞ്ഞു. ഇനി 2 ഘട്ടമേ ഉള്ളൂ. ഒന്ന് വിശുദ്ധീകരണം, അത് മാമോദിസയാണ്. പിന്നെ മഹത്വപ്പെടുത്തൽ, സ്വർഗത്തിൽ ചെല്ലുന്നതാണ്. ഈ 2 ഘട്ടങ്ങൾക്കിടയ്ക്ക് വെച്ച് നമ്മൾ കോടാലി വയ്ക്കുമ്പോൾ വാസ്തവ ദൈവത്തിൻ്റെ പദ്ധതി കാറ്റിൽ പറത്തപ്പെടുകയാണ്. അത് വളരെ ഗൗരവമായ തിന്മയാണ്. ഒരു കാരണവശാലും അത് നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതുകൊണ്ട് ഷിൻസി ഈ കാര്യത്തിൽ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ചിന്തിച്ചതിൽ അങ്ങനെ ചിന്തിച്ചു പോയല്ലോ എന്നോർത്ത് മനസ്തപിച്ച് നന്നായിട്ട് കുമ്പസാരിക്കണം. സാധാരണ കുമ്പസാരങ്ങളിൽ അതിന് മോചനമില്ല. പക്ഷേ അത് അച്ഛന്മാർ പിതാവിനോട് അനുവാദം മേടിച്ചുകൊണ്ട് അത് നമുക്ക് നൽകും. അതുകൊണ്ട് നന്നായിട്ട് മനസ്തപിച്ച് കുമ്പസാരിക്കണം. എന്നിട്ട് 2 പേരും ശരിക്കും കുഞ്ഞിനായിട്ടങ്ങ് പ്രാർത്ഥിക്കുക. തിരുരക്തം തളിച്ച് പ്രാർത്ഥിക്കുക. ദൈവ അത്ഭുതം പ്രവർത്തിക്കും. കുഞ്ഞിനെ ദൈവം തരുന്നു. ആ കുഞ്ഞിനെ അങ്ങനെ സ്വീകരിക്കുക. നാളെയെക്കുറിച്ചുള്ള ഉത്കണ്ഠ വേണ്ട. തമ്പുരാൻ എല്ലാം കരുതും, നൽകും എന്ന് ഉറച്ച് വിശ്വസിച്ച് നീങ്ങുക. നാളെക്കുറിച്ച് ഓർത്ത് അസ്വസ്ഥപ്പെടാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇബ്രാഹിമിൻ എന്താണ് പറയാനുള്ളത്? പക്ഷെ എനിക്ക് അത്ഭുതം തോന്നുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമായിട്ട് മക്കളില്ലാതിരുന്നിട്ട് ഒരു കുഞ്ഞിനെ കിട്ടിയപ്പോൾ 5 മാസം അതിനെ വളർത്തിക്കൊണ്ട് വന്നപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ഒരു കൈ ഇല്ല. അതിൻ്റെ പേരിൽ അതിനെ കളയാൻ അവരാലോചിച്ചു. ആ ആലോചന തന്നെ അവർ അബോർട്ട് ചെയ്ത് കഴിഞ്ഞില്ലേ? ഇല്ലേ? മനസ്സുകൊണ്ട് അവരാലോചിച്ചപ്പോൾ തന്നെ അവരെ കുഞ്ഞിനെ കൊന്നു കഴിഞ്ഞു. അച്ഛനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അവർ പോയി കുമ്പസാരിക്കണം എന്നുള്ളത്. ഈ കുഞ്ഞിനെ ഒരു കുഞ്ഞിന് വൈകല്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ ഒരു കുഞ്ഞിൻ്റെ എഴുത്ത്. ജീവൻ തരുന്ന ദൈവമാണ്. ആ തന്ന ദൈവം കുഞ്ഞിന് എത്ര അവയവമുണ്ടോ എന്തുണ്ടോ എന്നുള്ളതല്ല, ജീവനുണ്ടോ അത് ദൈവത്തിൻ്റെ ദാനമാണ്. അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുക. ഞാനിപ്പോൾ ഒരു സംഭവം ഓർക്കുന്നത്, നമ്മുടെ അടുത്ത ഒരു പള്ളിയിൽ ഇതുപോലൊരു ഗർഭിണി 4.5 മാസം കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ തലോടില്ല കുഞ്ഞിന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ തലോടില്ലാത്ത കുഞ്ഞ് ഉണ്ടായിക്കഴിഞ്ഞാൽ അന്നേരം മരിച്ചു പോകും, ജീവിക്കാൻ പറ്റിയല്ല. തലോടില്ലാത്ത കുഞ്ഞിന് ലോകത്ത് ജീവിക്കാൻ പറ്റിയല്ല. ഉടനെ ഭർത്താവിനോടും അപ്പനോടും പറഞ്ഞു ഇങ്ങനെയാണ് ദൈവം നമുക്ക് കുഞ്ഞിനെ തരുന്നില്ല, നമുക്ക് അങ്ങ് കളഞ്ഞേക്കാം, 4.5 ആയുള്ളൂ, ഇനി 5 മാസം കൂടെ ചുമക്കുണ്ടല്ലോ. ഉടനെ അവർ പറഞ്ഞു ശരിയാ ഡോക്ടറെ, എന്നാൽ നിങ്ങൾ ചെന്ന് അവളോട് പറയാൻ പറഞ്ഞു. ഈ അപ്പനും ഭർത്താവും കൂടെ ചെന്ന് ഈ ഗർഭിണിയോട് ചെന്ന് പറഞ്ഞു മോളെ ഇങ്ങനെയാണ്, നമുക്ക് ദൈവം അനുവദിച്ചിട്ടില്ല, ഭാഗ്യമില്ല മോളെ, നമുക്ക് കളഞ്ഞേക്കാണ് ഡോക്ടർ പറഞ്ഞു. ഉടനെ ആ പെൺകുട്ടി പറഞ്ഞതെന്നറിയാമോ? എൻ്റെ കുഞ്ഞ് എന്ന് മരിക്കുമെന്നാണ് പറഞ്ഞത്. ഉടനെ അവർ പറഞ്ഞു പ്രസവിച്ച് കഴിഞ്ഞാൽ ഉടനെ. പ്രസവിച്ച് കഴിഞ്ഞാണല്ലേ എൻ്റെ കുഞ്ഞ് മരിക്കുന്നത്. ഇപ്പം എൻ്റെ കുഞ്ഞ് ജീവിക്കുകയല്ലേ, അത് പ്രസവിക്കുന്നവരെ അതോടെ ജീവിക്കട്ടെ. നാളെ അത് മരിക്കുമെന്ന് പറഞ്ഞ് ഇന്ന് ഞാൻ അതിൻ്റെ കൊല്ലേണ്ട ആവശ്യമുണ്ടോ? ഇനി അതിൻ്റെ വൈകല്യമുള്ള കുഞ്ഞാണോ, ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് എൻ്റെ വിശുദ്ധീകരണം ദൈവം ആഗ്രഹിക്കുന്നത്. ഇപ്പം ഇവർക്ക് കൈയില്ലാത്തൊരു കുഞ്ഞിനെ കൊടുത്തു, ശരിയാ, കൈയില്ലാത്തൊരു കുഞ്ഞ് പുറത്ത് വരുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്, അതിനെ വളർത്തുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അത് ഇവരുടെ വിശുദ്ധീകരണത്തിൽ ഇവർക്ക് സ്വർഗത്തിൽ പോകണ്ടേ, അതിന് അവർക്ക് കൊടുത്ത വിശുദ്ധീകരണം. പിന്നെ ഈ കൈയില്ലാത്ത കുഞ്ഞിനെ ഇവർക്ക് മാത്രമേ വളർത്താൻ പറ്റുള്ളൂ, അത് ദൈവത്തിന് അറിയാം. അതുകൊണ്ടും കൂടി അവരെ കൊടുത്തിരിക്കുന്നത്. അവരാ ചിന്തിച്ചത് തന്നെ അടിസ്ഥാനമായി വളരെ ഗൗരവമായ തെറ്റാണ്. ജീവൻ തന്ന ദൈവത്തിന് മാത്രമേ ജീവൻ തിരിച്ചെടുക്കാൻ അധികാരമുള്ളൂ. പിന്നെ മറ്റൊരു ചിന്ത, വൈകല്യമുള്ളൊരു കുഞ്ഞായതിൻ്റെ പേരിൽ അതിനെ നശിപ്പിക്കാൻ നമ്മളൊക്കെ ആലോചിക്കുമ്പം നമ്മളൊക്കെ ഈ ഭൂമി ജനിക്കാൻ സാധ്യത ഉണ്ടായിരുന്നോ? കാര്യം തലമുറയോടെ പുറകോട്ട് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ മാതാപിതാക്കൾ വല്യപ്പന്മാരൊക്കെ ചിലപ്പം വൈകല്യമുള്ളവരൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പം പെർഫെക്റ്റ് ആയതിനെ മാത്രമേ സ്വീകരിക്കാവുള്ളൂ എന്ന് പറയുന്ന ഈ പുതിയ യുഗത്തിൻ്റെ ചിന്തയാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അത് ഒരിക്കലും ശരിയല്ല. ദൈവം ഒരു കുഞ്ഞിനെ ഏതവസ്ഥ തരുന്നോ അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുക. സന്തോഷത്തോടെ സ്വീകരിച്ച് അതിനെ അങ്ങനെ ചിന്തിച്ചതിൽ അനുദപിച്ച് ദൈവത്തിലേക്ക് തിരിയണം എന്നുള്ളതാണ് പറയുന്നത്. പെർഫെക്റ്റിനെ മാത്രം സ്വീകരിച്ചാൽ നമ്മൾ പോലും ഈ ലോകത്തുണ്ടാവുകയില്ലായിരുന്നു എന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇബ്രാഹിം പറയുന്നത്. മേഴ്സി എന്ന് പറയുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അച്ഛനും അദ്ദേഹവും പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇതിനോളം അത് മനസ്സിൽ ചിന്തിച്ചപ്പോൾ തന്നെ അവിടെ ഒരു വലിയ പാതകം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അതിനാണ് കുമ്പസാരിക്കേണ്ടത്. മനസ്സിൽ വന്ന ചിന്തയ്ക്കാണ്. അവർ പ്രവൃത്തി ചെയ്തത് മനസ്സിൽ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇനി അവർ അതിൽ നിന്ന് അനുദപിച്ച് മാറുക. കാരണം ആ മനസ്സിൽ അവർ ആ തീരുമാനം എടുത്ത നിമിഷം തന്നെ ആ കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹമല്ല, അവിടെ അവരുടെ പാപത്താൽ തന്നെയുള്ള ശാപം അവിടെ വീണിരിക്കുന്നത്. അത് ദൈവം കൊടുക്കുന്നതല്ല ശാപം, ഇവർ തന്നെ ഇവരുടെ ചിന്തയിൽ. പക്ഷേ ഇവർ അനുദപിച്ച് കഴിയുമ്പോൾ
തിരികെ കർത്താവ് തൻ്റെ കാരുണ്യം ഇവരിലേക്ക് ചൊരിയും, ഇവർ തിരിച്ചു വരും. പിന്നെ പറയുവാനുള്ള ഇതാണ്, എനിക്ക് ഒരു സംഭവം എൻ്റെ മനസ്സിലിപ്പോൾ ഓർക്കുന്നത്. ഞാൻ ഒരിക്കലൊരു പള്ളിയിൽ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഞാൻ പുറത്തിറങ്ങി മാതാവിൻ്റെ ഗ്രോട്ടോയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ വന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ മകൾ ഗർഭിണിയാണ്, അവൾ UK-യിലാണ്, അവളുടെ ആദ്യത്തെ ഗർഭമാണ്, സ്കാനിങ്ങിൽ കുഞ്ഞിന് കാൽപാദമില്ല എന്ന് കണ്ടിരിക്കുന്നു. ഞങ്ങൾക്കിപ്പോൾ ആ കുഞ്ഞിനെ വേണമോ വേണ്ടയോ ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. പക്ഷേ കുഞ്ഞ് ഞങ്ങൾക്ക് വേണം, പക്ഷേ കാൽപാദം ഇല്ലാതാണല്ലോ പിറക്കുന്നതെന്ന് ഓർക്കുമ്പോൾ വിഷമം. പെട്ടെന്ന് എനിക്ക് അവർക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ അന്നേരം വേറെ ഒന്നും കിട്ടിയില്ല. പരിശുദ്ധ മാതാവിൻ്റെ തൃക്കൈകളിലിരിക്കുന്ന ഉണ്ണിമിശിഹായെ കാണിച്ചിട്ട് പറഞ്ഞു, അമ്മയോട് പറ, പരിശുദ്ധ അമ്മയോട് പറ, ആ ഉണ്ണിമിശിഹായുടെ കാൽപാദം വെച്ച് തരാൻ പറ. അവരെന്നെ മുഖത്തേക്കൊന്ന് നോക്കി, പക്ഷെ അവരങ്ങ് തിരിച്ചു പോയി. ഏതാനും മാസങ്ങൾ കഴിഞ്ഞ്, ഞാൻ ഇത് മറന്നുപോയ കാര്യമാണ്, അവരൊരിക്കൽ പള്ളിയിൽ വന്ന് എന്നെ കാണാനിടയായി. കണ്ടപ്പോൾ പറഞ്ഞു, അത്ഭുതം നടന്നിരിക്കുന്നു, കൊച്ചു പിറന്നത് കാൽപാദത്തോടു കൂടിയാണ്. ഞങ്ങൾ കൊച്ചു ജനിച്ച് പുറത്തേക്ക് വന്നപ്പോൾ ആദ്യം കുഞ്ഞിൻ്റെ മുഖത്തേക്കല്ല അമ്മ നോക്കിയത്, കാലുണ്ടോ കാൽപാദം ഉണ്ടോ എന്ന്. ഇതുപോലെയാണ് ഇതും. കാരണം ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ജെറമ്യ 32:27 ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? Efesos 3:20 നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന ദൈവമാണ്. അപ്പം ഈ ഷിൻസിയും ഭർത്താവും പ്രത്യേകമായിട്ട് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അതിന് കൈവച്ച് കൊടുക്കാൻ ദൈവത്തിന് സാധിക്കും. ഇല്ലെങ്കിൽ കൈയില്ലാത്ത കുഞ്ഞിനെ സ്വീകരിക്കാനുള്ള വലിയ മനസ്സ്, അതിനെ ദൈവത്തിനായി വളർത്താനും ദൈവത്തിന് സമർപ്പിച്ച് അതിനെ സ്വീകരിക്കാനുമുള്ള മനസ്സ് അവർക്കുണ്ടാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവരെ അതിനായി അനുഗ്രഹിക്കട്ടെ. പക്ഷേ എനിക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. ഒത്തിരി കേസുകൾ സ്കാനിങ് നടത്തിയപ്പോൾ ഇന്ന തകരാറുണ്ട്, ഇന്ന പ്രശ്നമുണ്ട്, അത് കാരണം അബോർട്ട് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ വരികയും നമ്മൾ കാണാനിടയാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരോട് യാതൊരു കാരണവശാലും ചെയ്യരുത്, നിങ്ങൾ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇതിന് ശേഷം അവർ പിന്നെ കാണുമ്പോൾ പറഞ്ഞിരിക്കുന്നത് ആ റിപ്പോർട്ട് അനുസരിച്ചുള്ള കുഞ്ഞല്ല ഉണ്ടായത്. സ്കാനിങ്ങിൽ പല കാര്യങ്ങളും വളരെ തെറ്റായി പറയുന്നുണ്ട്. ഇനി ചിലർ അബോർട്ട് ചെയ്യാനായിട്ടൊരു മാർഗമായിട്ടും കൂടെ പ്രേരണയായിട്ട് സ്കാനിങ് ഇന്നോ പ്രോബ്ലം ഉണ്ട്, നിങ്ങൾ വേഗം ചെയ്തു, അങ്ങനെ എടുക്കുന്നുണ്ട്. അത് കാരണം അത് ഈ കാണുന്ന പ്രേക്ഷകർ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു സ്കാനിങ് റിപ്പോർട്ടിൻ്റെ പേര് സ്കാനിങ്ങിലൂടെ ലഭിക്കുന്ന റിപ്പോർട്ട് പൂർണ്ണമായിട്ടും അന്ധമായിട്ട് അങ്ങനെ വിശ്വസിക്കേണ്ടതില്ല. ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയും വരണം എന്നുള്ളതാണ് പറഞ്ഞത്. ഇപ്പം രണ്ടുപേരുടെയും ആശയങ്ങൾ ഒന്നിപ്പിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക വൈകല്യം ഉള്ളവർക്ക് മറ്റു കഴിവുകൾ ദൈവം നൽകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കൊരു കുറവുണ്ടാകാൻ തമ്പുരാൻ അനുവദിക്കുകയില്ല എന്നുള്ളതാണ്. ശാരീരികം മാത്രമല്ല കേട്ടോ. ഇപ്പോൾ എനിക്ക് പാടാൻ കഴിവില്ല എന്ന് വിചാരിക്കുക, അപ്പോൾ എനിക്ക് മറ്റു പല കാര്യങ്ങൾക്കുള്ള കഴിവ് ദൈവം ഇങ്ങനെ തരുകയാണ്. കാരണം ദൈവം മുഴുവൻ നിറവിൽ അനുഗ്രഹിക്കുവാൻ കൽപ്പുള്ളവനാണ്. മുമ്പ് മേഴ്സി സൂചിപ്പിച്ചതുപോലെ നമുക്ക് തരും. അപ്പോൾ ഈ ഒരുപക്ഷെ ഒരു ശാരീരിക വൈകല്യം ഉണ്ടെങ്കിൽ മറ്റു പല അസാധാരണ കഴിവുകൾ ആ കുഞ്ഞിൽ ദൈവം നിക്ഷേപിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കുഞ്ഞിനെ ദൈവം തരുന്നത് പോലെ സ്വീകരിക്കാൻ, അങ്ങനെ മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയട്ടെ എന്ന് സ്നേഹപൂർവ്വം എല്ലാവരെയും അനുസ്മരിപ്പിക്കുകയാണ്. നമുക്ക് ഈ കുടുംബങ്ങളെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരമകാരുണ്യവാനും സ്നേഹം തന്നെയുമായ പൊന്നുതമ്പുരാനെ, ഞങ്ങളിന്ന് അങ്ങയുടെ മുമ്പാകെ ഈ ടെസ്സിയുടെയും ഷിൻസിയുടെയും കുടുംബങ്ങളെ സമർപ്പിക്കുകയാണ്. ജീവിത സാഹചര്യങ്ങൾ അറിയുന്നവനായ അങ്ങ് അവരെ ഓരോരുത്തരെയും അവരുടെ കുടുംബങ്ങളെയും ഈ നിമിഷം അനുഗ്രഹിക്കണമേ. അവരുടെ അസ്വസ്ഥതകളെല്ലാം നീക്കിക്കളഞ്ഞ് അവരുടെ കുടുംബത്തിന് ആവശ്യം എല്ലാ കൃപാവരങ്ങളും ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673-528. ഇമെയിൽ info@shalomtelevision.com.